ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ 2 ചാനലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. സരിഗ FM ആസ്വദിക്കാം ഇനി ഓരോ നിമിഷവും. താങ്ക് യു. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തുടങ്ങുന്നു ഈ യാത്ര. ഡൽഹിയിലേക്കുള്ള യാത്രയാണ്. മംഗള എക്സ്പ്രസ്. താമര നമ്മുടെ കഥാനായിക. താമര ചുറ്റും നടക്കുന്ന ഒച്ചപ്പാടും ബഹളവും ഒന്നും തന്നെ അറിയാതെ ഏതോ ലോകത്ത് 100,000 ചിന്തകളിൽ മുഴുകിയിരിക്കുന്നു. കാഴ്ചയിൽ സുന്ദരി, വിടർന്ന കണ്ണുകൾ, ഇടതൂർന്ന മുടി. അവൾ കണ്ണടച്ച് സീറ്റിലിരിക്കുമായിരുന്നു. പിന്നീട് എപ്പോഴോ കണ്ണു തുറന്നപ്പോൾ തന്റെ ഓപ്പോസിറ്റ് സീറ്റിൽ കാഴ്ചയിൽ സുന്ദരനായ ഒരു യുവാവ്. വയസ്സ് 30 പറയും. അവൾ അയാളെ ജസ്റ്റ് ഒന്ന് നോക്കി. വീണ്ടും കണ്ണുകൾ അടച്ചു. സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. വൈകുന്നേരം 7 മണിയായി. ഹലോ, താൻ ഫുഡൊന്നും കഴിക്കുന്നില്ലേ? വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. എന്താ പ്രശ്നം? വിശപ്പില്ലേ? ഒന്ന് കോറിച്ചിരിച്ചിട്ട് ഇല്ലേ എന്നവൾ തലയാട്ടി. അവൻ വീണ്ടും പറഞ്ഞു, എന്റെ പേര് ഹരികൃഷ്ണൻ. പരിചയക്കാരും ഇഷ്ടമുള്ളവരും ഹരി എന്ന് വിളിക്കും. ഡൽഹിയിൽ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. അതിനും ഒരു ചെറു പുഞ്ചിരി മാത്രമായിരുന്നു അവളുടെ മറുപടി. ഞാൻ കുറച്ചധികം സംസാരിക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ. എന്റെ സംസാരം തനിക്ക് ബോറടിക്കുന്നുണ്ടോ? അതിനും അവൾ ഉത്തരമൊന്നും പറഞ്ഞില്ല. ഒരു പുഞ്ചിരിയിലൊതുക്കി. സമയം രാത്രി 10 മണി. ആ കമ്പാർട്ട്മെന്റിൽ അവൾ മാത്രമായി. അവളുടെ ചങ്കിടിപ്പ് കൂടി. പേരെന്താണ്? ഇനിയും അത് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? അവൾ പറഞ്ഞു, താമര. നൈസ് നെയിം. സമയം ഒത്തിരിയായി. താൻ കിടക്കുന്നില്ലേ? എനിക്ക് ഉറക്കം പൊതുവെ കുറവാ. പുസ്തകങ്ങൾ വായിക്കും, പാട്ട് കേൾക്കും, കുറച്ചൊക്കെ പാടും. താൻ കിടന്നോളൂ. അവൾ ബർത്തിൽ കയറി കിടന്നു. പക്ഷേ പേടി കാരണം അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇടയ്ക്കിടയ്ക്ക് അവൾ കണ്ണു തുറന്നു നോക്കുന്നുണ്ടായിരുന്നു. ഹരി പുസ്തകം വായനയിലാണ്. പിന്നീട് എപ്പോഴോ അവൾ ഉറങ്ങിപ്പോയി. നേരം നന്നായി വെളുത്തു. 8 മണി. ഹരി താമരയുടെ കാലിൽ തട്ടി വിളിച്ചു. അവൾ ചാടി എണീറ്റു. എന്തൊരു ഉറക്കാടോ, നേരം വെളുത്തു, എഴുന്നേൽക്ക്. അവൾ പറഞ്ഞു, സോറി, ഞാൻ വെളുപ്പിന് എപ്പോഴും ആണ് ഉറങ്ങിയത്. നേരം വെളുത്തത് അറിഞ്ഞില്ല. ഇറ്റ്സ് ഓക്കെ, താൻ പോയൊന്ന് ഫ്രഷ് ആയിട്ട് വാ. അവൾ ഫ്രഷായി വന്നപ്പോൾ ഹരി ഒരു ചൂട് കോഫി അവൾക്ക് ഓഫർ ചെയ്തു. കോഫി അവൾ വാങ്ങി. ക്യാഷ്? അതെ, ഒരു കോഫിക്ക് കൊടുക്കാനുള്ള ക്യാഷൊക്കെ എന്റെ കയ്യിലുണ്ട്. അത് കേട്ടപ്പോൾ അവൾ നന്നായി ചിരിച്ചു. ആഹാ, അപ്പോൾ ചിരിക്കാനൊക്കെ അറിയാം. ഞാൻ രാത്രിയിൽ ഒട്ടും ഉറങ്ങിയില്ല. ഇപ്പോൾ നല്ല ഉറക്കം വരുന്നു. ഞാൻ കുറച്ച് കിടക്കട്ടെ. വേണമെങ്കിൽ ഈ പുസ്തകം വായിച്ചോളൂ. അവൾ ആ പുസ്തകം വാങ്ങി. വെറുതെ പേജുകൾ മറിച്ചു നോക്കി. വായിക്കാൻ ഒരു മൂടും തോന്നിയില്ല. ഹരി നല്ല ഉറക്കം. അപ്പോഴാണ് അവൾ അയാളെ ശരിക്കും ശ്രദ്ധിക്കുന്നത്. അലസമായി കിടക്കുന്ന മുടി, കട്ടത്താടി, കണ്ണട വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല സുന്ദരൻ. 1 മണിക്കൂറത്തെ ഉറക്കത്തിന് ശേഷം ഹരി ഉണർന്നു. എന്താ പരിപാടി? വായന കഴിഞ്ഞോ? അവൾ പറഞ്ഞു. ഹേയ്, ഞാൻ വായിച്ചില്ല. ഒരു മൂടില്ല. അവളുടെ ചിരി 100,000 പ്രശ്നങ്ങൾ മറച്ചുപിടിക്കാനുള്ള ഒരു മുഖംമൂടി മാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അവന് അധികം സമയം വേണ്ടി വന്നില്ല. പിന്നീട് അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ സംസാരിച്ചു. അവന്റെ തമാശകൾ കേട്ട് അവൾ പൊട്ടിച്ചിരിച്ചു. അവളുടെ വിടർന്ന കണ്ണുകൾ തിളങ്ങുന്നത് അവൾ അറിയാതെ അവൻ ആസ്വദിച്ചു. അനാഥയായ അവൾക്ക് അന്ന് ഒരുപാട് ആളുകളെ കിട്ടിയ പ്രതീതിയായിരുന്നു. അവനോടൊപ്പമുള്ള ഓരോ നിമിഷവും വല്ലാത്തൊരു സെക്യൂർ, പ്രൊട്ടക്ഷൻ ഒക്കെ അവൾക്ക് ഫീൽ ചെയ്തു. 2 ദിവസം പിന്നിട്ടു. 3-ാമത്തെ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ എത്താനധികം സമയമില്ല. അവൾക്ക് എന്തോ വല്ലാത്തൊരു വിഷമം തോന്നി. കാരണം 2 ദിവസത്തെ അവനോടൊത്തുള്ള നിമിഷങ്ങൾ 2 വർഷത്തെ അടുപ്പം പോലെ അവൾക്ക് തോന്നിക്കഴിഞ്ഞിരുന്നു. ഹലോ, സ്റ്റേഷനെത്തി? എന്നാൽ ശരി, ഇനി എവിടെയെങ്കിലും വെച്ച് കാണാം.
പിന്നെ നല്ലൊരു യാത്രാനുഭവം സമ്മാനിച്ചതിന് ഒത്തിരി നന്ദി. ഹരി പറഞ്ഞു. അവളുടെ മനസ്സിൽ സന്തോഷമാണോ അതോ സങ്കടമോ? അവൾക്ക് അതിന് മറുപടി ഒന്നും പറയാൻ കഴിഞ്ഞില്ല. രണ്ടുപേരുടെയും മനസ്സിൽ ഇപ്പോൾ ഉള്ളത് ഒരേയൊരു ചോദ്യം, നമ്പർ ചോദിച്ചാലോ? പക്ഷേ ഇങ്ങനെ. താമര മടിച്ചു. ഹരി യാത്ര പറഞ്ഞ് മുൻപോട്ട് നീങ്ങി. ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ, ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ. അവൾ അറിയാതെ ഒരു നിമിഷം മോഹിച്ചു പോയി. 10 അടി മുൻപോട്ട് വെച്ച ഹരി വീണ്ടും തിരിച്ചു വന്നു. താമര. എക്സൈറ്റ്മെന്റിന്റെ സ്ട്രീമിൽ അവൾ തിരിഞ്ഞു നോക്കി. ഹരി പോയില്ലേ? അതെ, എന്റെ പുസ്തകം തന്നില്ല. വായിക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് തിരിച്ചു തന്നോളൂ. ഞാനത് മുഴുവനും വായിച്ചിട്ടില്ല. അയ്യോ, ഐ എം സോറി, ഞാൻ മറന്നുപോയി. ബാഗ് തുറന്ന് ആ പുസ്തകം അവൾ ഏൽപ്പിച്ചു. എന്നാൽ ശരി. അവൻ മുൻപോട്ട് നടന്നു നീങ്ങി. അവൾക്ക് എന്തെന്നില്ലാത്ത സങ്കടം. അവൾ അത് പുറത്ത് കാണിച്ചില്ല. 2 അടി മുന്നോട്ട് വെച്ച ഹരി ഒന്ന് നിന്നു. എന്നിട്ട് തിരിഞ്ഞു നോക്കി. വീണ്ടും താമരയുടെ അടുത്ത് ചെന്ന് അവന്റെ വിസിറ്റിംഗ് കാർഡ് അവൾക്ക് നേരെ നീട്ടി. എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാൻ മറക്കേണ്ട, ഇത് എന്റെ നമ്പറാണ്. അവൾ കാർഡ് വാങ്ങി. ഹരി മുൻപോട്ട് നടന്നകന്നു. 1000 പൂർണ്ണചന്ദ്രൻ ഉദിച്ചതുപോലെ അവളുടെ മുഖവും കണ്ണുകളും തിളങ്ങുന്നത് ഹരി കണ്ടു. റൂമിലെത്തിയ അവൾ ആ വിസിറ്റിംഗ് കാർഡ് തിരിച്ചും മറിച്ചും നോക്കി. ഉടനെ തന്നെ ആ നമ്പറിൽ വിളിക്കാൻ തോന്നി. ഒരു പിൻവിളി പോലെ. ഉടനെ വിളിച്ചാൽ ഹരി എന്തു വിചാരിക്കും? വേണ്ട. ഒരു ദിവസം ഒരു വിധത്തിൽ അവൾ പിടിച്ചു നിന്നു. പിറ്റേന്ന് രാവിലെ തന്നെ അവൾ മൊബൈൽ എടുത്ത് നമ്പർ ഡയൽ ചെയ്തു. റിംഗ് ചെയ്യുന്നു. അവളുടെ ഹൃദയമിടിപ്പ് കൂടി. ഹലോ, ഹരി ഹിയർ. അവന്റെ ശബ്ദം കേട്ടപ്പോൾ അവളുടെ തൊണ്ട വരണ്ടു. ആരാണ്? ഞാൻ താമരയാണ്. വാവ്, വാട്ട് എ സർപ്രൈസ്. എന്നാലും ഇന്നലെ ഞാനൊരു കാൾ പ്രതീക്ഷിച്ചു. അത് കേട്ടപ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. എങ്കിലും അവൾ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. ഇന്നലെ ജോലി തിരക്കായിരുന്നു, അതുകൊണ്ടാണ് എന്നൊക്കെ. ഇറ്റ്സ് ഓക്കെ. എന്തായാലും താൻ വിളിച്ചല്ലോ, സന്തോഷം. ഈ നമ്പർ തന്നെയാണോ വാട്സാപ്പ്? ഞാൻ ഫ്രീ ആകുമ്പോൾ ടെക്സ്റ്റ് ചെയ്യാം. ഓഫീസിൽ കുറച്ച് തിരക്കാണ്. അതെ, ഈ നമ്പർ തന്നെ. ദെൻ ബൈ, ടേക്ക് കെയർ. പിന്നീട് അവൾ അവന്റെ മെസ്സേജിനായി കാത്തിരുന്നു. പകൽ മഞ്ഞു രാത്രിയായി. ഏറെ വൈകിട്ടും മെസ്സേജ് ഒന്നുമില്ല. അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. രാത്രി ഫുഡ് കഴിക്കാൻ പോലും അവൾക്ക് തോന്നിയില്ല. അവൾ കിടക്കാൻ പോയി. സമയം 10:30 കഴിഞ്ഞു. ഫോൺ ഒന്നുകൂടി നോക്കി. മെസ്സേജ് ഒന്നുമില്ല. ഫോൺ ടേബിളിൽ വെച്ചിട്ട് അവൾ കിടന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മെസ്സേജ് വന്നതിന്റെ ശബ്ദം. ഇല്ല, എനിക്ക് തോന്നിയതാകും. അവൾ അത് ശ്രദ്ധിക്കാൻ പോയില്ല. വീണ്ടും മെസ്സേജ് വരുന്നതിന്റെ ശബ്ദം. അവൾ ഫോൺ എടുത്തു നോക്കി. ഹരി. ഐ ആം ഹരി. ഐ ആം സോറി ഡിയർ. ടുഡേ ടു മച്ച് ബിസി. ജസ്റ്റ് റീച്ച്ഡ് ഹോം. അവൾക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുപോലെ. അവൾ ഒരു സ്മൈലി അയച്ചു. ഇപ്പോഴും ഈ ചിരി മാത്രമേ ഉള്ളൂ? എന്തെങ്കിലും ഒന്ന് പറയണോ? അങ്ങനെ കുറേയധികം നേരം അവർ ചാറ്റ് ചെയ്തു. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. 6 മാസം കഴിഞ്ഞു. ഈ 6 മാസത്തിനുള്ളിൽ സുഹൃത്ത് എന്നതിലുപരി താമര ഹരിയുടെ എല്ലാമായി മാറിക്കഴിഞ്ഞിരുന്നു. അവൾക്കും അങ്ങനെ തന്നെ. 6 മാസം കഴിഞ്ഞപ്പോൾ ഹരി ജോലി റിസൈൻ ചെയ്തു. ഇനി നാട്ടിൽ ജോബ് നോക്കാം. വീട്ടിൽ അമ്മ മാത്രമല്ലേ ഉള്ളൂ. നീയും റിസൈൻ ചെയ്തു. ഒരുമിച്ച് നമുക്ക് നാട്ടിൽ പോകാം. ഇനി എന്റെ യാത്രകളിൽ ഞാൻ തനിച്ചല്ല, കൂടെ നീയും ഉണ്ടാകും. റിസൈൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ട കാര്യം അവൾക്കില്ലായിരുന്നു. ഹരിയെ അവൾക്ക് അത്രമാത്രം വിശ്വാസമായിരുന്നു, ഇഷ്ടമായിരുന്നു. താമര എന്ന ഇനീഷ്യൽ ഇല്ലാത്ത തന്റെ പേരിന്റെ കൂടെ താമര ഹരിയാകാൻ അധികം വിദൂരമല്ലല്ലോ എന്ന് ഓർത്തപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. 6 മാസത്തിൽ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും എന്നും കൺമുൻപിൽ തന്നെ ഹരി ഉള്ളതുപോലെയാണ് അവൾക്ക് തോന്നിയത്. അങ്ങനെ അവർ നാട്ടിലേക്ക് പോകുന്ന ദിവസം എത്തിച്ചേർന്നു. ഡിസംബർ 15. ഹരി തന്നെയാണ് ടിക്കറ്റ് 2 പേർക്കും ബുക്ക് ചെയ്തത്. അത് വാട്സാപ്പ് ചെയ്തിരുന്നു. റെയിൽവേ സ്റ്റേഷനിലെത്തിയ താമര ആദ്യം പരതിയ മുഖം ഹരിയുടേതാണ്. കാണുന്നില്ല. അവൾ ഫോൺ എടുത്ത് വിളിച്ചു. റിംഗ് ചെയ്യുന്നുണ്ട്. ബട്ട് നോ റെസ്പോൺസ്. വാട്സാപ്പ് മെസ്സേജ് ചെയ്തു നോക്കി. നോ റിപ്ലൈ. വീണ്ടും അവൾ അവനെ വിളിച്ചുകൊണ്ടിരുന്നു. റിംഗ് ചെയ്യുന്നു. കാൾ എടുക്കുന്നില്ല. ഹരിക്ക് എന്ത് പറ്റി ദൈവമേ? അവൾക്ക് സങ്കടം അടക്കാൻ കഴിഞ്ഞില്ല. ട്രെയിൻ ചൂളം വിളിച്ചു തുടങ്ങി. പതിയെ മുൻപോട്ട് നീങ്ങാൻ തുടങ്ങി. അവൾക്ക് ഭൂമി മുഴുവനും കറങ്ങുന്നത് പോലെ തോന്നി. ആരോട് പറയും? ആരോട് ചോദിക്കും? കരയാനല്ലാതെ അവൾക്ക് മറ്റൊന്നിനും കഴിഞ്ഞില്ല. എല്ലാരെയും പോലെ ഞാനും പറ്റിക്കപ്പെട്ടു പോകും.
മുൻപോട്ട് ലക്ഷ്യമില്ലാത്ത യാത്ര. അനാഥയായ തനിക്ക് അകന്ന ബന്ധുക്കളുടെ കുത്തുവാക്കുകളിൽ നിന്നും പരിഹാസങ്ങളിൽ നിന്നും ഏക ആശ്വാസം തന്റെ ജോലിയായിരുന്നു. അതും ഇപ്പോൾ നഷ്ടമായി. ഇനിയുള്ള എന്റെ യാത്രകളിൽ തനിച്ചല്ല, നമ്മൾ ഒരുമിച്ചായിരിക്കുമെന്ന ഹരിയുടെ വാക്ക് അവളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഭൂമി പിളർന്നു ഇല്ലാതായിരുന്നെങ്കിൽ എന്ന് അവൾ ആശിച്ചു. ഒരു സ്റ്റേഷൻ പിന്നിട്ടു. വീണ്ടും അവൾ വിളിച്ചു. ഹരിയുടെ ഫോൺ സ്വിച്ച് ഓഫ്. അവളുടെ ദുഃഖത്തിന്റെ ആഴം ആർക്കും അളക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. കരഞ്ഞ് കലങ്ങിയ കണ്ണുകൾ അവൾ പതിയെ അടച്ചു. ചായ, ചായ, കോഫി, കോഫി. ആ ബഹളത്തിനിടയിലും കോഫി, കോഫി. ഹരിയുടെ ശബ്ദം അവൾ വേഗം തിരിച്ചറിഞ്ഞു. അവൾ വേഗം കണ്ണു തുറന്നു. മുൻപിൽ ഒരു കപ്പ് കോഫിയുമായി നമ്മുടെ കഥാനായകൻ ഹരി നിൽക്കുന്നു. താമരയുടെ സർവ്വ നിയന്ത്രണവും വിട്ടുപോയി. കൈവീശി അവൾ അവന്റെ കരണ തടിച്ചു. അവന്റെ താടിയിൽ പിടിച്ചു വലിച്ചു. പിച്ചിയും മാന്തിയും ഒക്കെ അവളുടെ സങ്കടം തീർക്കുമായിരുന്നു. സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ അവളുടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകി. കോഫി കപ്പ് താഴെ വെച്ചിട്ട് അവളെ അവൻ നെഞ്ചോട് ചേർത്ത് നെറുകെ ഒരു മുത്തം നൽകിയിട്ട് പറഞ്ഞു, പറ്റിക്കുകയും പറ്റിക്കപ്പെടുകയും ചെയ്യുന്ന ഈ ലോകത്ത് നന്മ പറ്റാത്ത ചില ഹൃദയങ്ങൾ ഇനിയും ബാക്കിയുണ്ടോ. ഈ കണ്ണുകൾ ഇനി നിറയരുത്. അത് സന്തോഷമായാലും സങ്കടമായാലും ഇനിയുള്ള എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ പാതിയായി നീ ഉണ്ടാകും താമരേ, നീ മാത്രം. ജീവിതം എന്ന് പറയുന്നത് ഒരു ചെറിയ യാത്രയാണ്, അല്ലെ? വേദനയും വിഷമവും അനുഭവിക്കുന്ന അത് ആരുമായിക്കൊള്ളട്ടെ, എങ്ങനെയും ആയിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ സമയം അവർക്ക് വേണ്ടിയും മാറ്റിവെക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അർത്ഥമുണ്ടാകുന്നത്, നമ്മുടെ ജീവിതം ജീവിതമായി മാറുന്നത്. സ്നേഹപൂർവ്വം, താമര.